ഒരു 38 സൈസ് ബ്ലൗസിൻ്റെ പ്രിൻസസ് കട്ടിൻ്റെ ബാക്ക് സൈഡ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാൻ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ലൈനിങ് മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് 15 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത്. അത്യാവശ്യം ലെങ്ത്തുള്ള ബ്ലൗസാണ്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് കൂട്ടി 16 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. രണ്ട് സൈഡിലും കൂടി അര ഇഞ്ച് വീതമാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അപ്പോൾ 16 ഇഞ്ച് ഞാൻ മുകളിലേക്ക് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത്. ഞാൻ സാധാരണ ബ്ലൗസിന് ചെയ്യുന്ന കണക്ക് താഴെ നിന്നാണ് അളവെടുക്കുന്നത്. അപ്പോൾ 16 ഇഞ്ച് ഞാൻ താഴെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡ് നമ്മൾ മുകളിലും താഴെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്കെയിൽ വെച്ചിട്ടൊന്ന് നീട്ടി അങ്ങ് വരച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ വരച്ചതിന് ശേഷം നമുക്കിനി ആദ്യമേ വേണ്ടത് നമ്മുടെ ഷോൾഡറാണ് കേട്ടോ എടുക്കുന്നത്. ഷോൾഡർ ഞാൻ എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വൈഡായിട്ടുള്ള ഡീപ്പായിട്ടുള്ള നെക്കാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് താഴേക്ക് നമ്മളൊരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് നീട്ടി വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കും. ആം ഹോൾ ഞാൻ എടുക്കുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 38 സൈസ് ബ്ലൗസാണ്. ഞാൻ 1 ഇഞ്ചാണ് കേട്ടോ നമ്മൾ ലൂസ് കൊടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 1 ഇഞ്ച് 9.25 ഇഞ്ചാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. താഴെ നമുക്ക് വരുന്നത് 33 ഇഞ്ച് വണ്ണമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 33ൻ്റെ 4/1 കേട്ടോ അവിടെ മാർക്ക് ചെയ്യുന്നത്. അതിൽ നമ്മളൊന്ന് ലൂസൊന്നും ആഡ് ചെയ്യുന്നില്ല, ചുമ്മാ മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് രണ്ടും കൂടി സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ സ്കെയിലിൻ്റെ വീതിയിൽ ഞാൻ തയ്യൽ തുമ്പ് കൂടി കൊടുക്കുന്നുണ്ട്. സ്കെയിലിൻ്റെ വീതിയിൽ 1.5 ഇഞ്ചോളം വരും. ആ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂടി കൊടുത്തിട്ട് തയ്യൽ തുമ്പിലേക്ക് ഞാൻ അത്ര നീളം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊന്ന് നീട്ടി മാർക്ക് ചെയ്യുന്നതാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൈക്കുഴിയുടെ ഭാഗത്ത് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. എൻ്റെ ഷോൾഡർ നമ്മുടെ നെക്ക് ഭയങ്കര വൈഡായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ 1 ഇഞ്ച് കൊടുക്കുന്നത്. നെക്ക് വൈഡുമാണ്, അത്യാവശ്യം ഡീപ്പുമാണ്, അതുകൊണ്ടാണ്. ഇപ്പോൾ 2.5 ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ അകലം കൊടുത്തിട്ടുണ്ട്. താഴേക്ക് നമ്മൾ 9.5 ഇഞ്ചാണ് കേട്ടോ കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നത്. ആ 9.5 ഇഞ്ച് ഇറക്കത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇറക്കത്തിൻ്റെ അവിടുത്തെ വീതിയായിട്ട് ഒരു 3.5 ഇഞ്ച് വേറെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒരു സ്കെയിൽ വെച്ചിട്ടോ ടേപ്പ് വെച്ചിട്ടോ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതും ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വൈഡായിട്ട് തന്നെ ഞാനത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് ഭാഗത്ത് മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെട്ടിയെടുക്കാമേ. അപ്പോൾ ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ തയ്ക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിത് ഏറ്റവും പെർഫെക്റ്റ് മെത്തേഡാണെന്നൊന്നും പറയുന്നില്ല, ഞാൻ കട്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പാർട്ടും സ്ലീവും കട്ട് ചെയ്യുന്ന വീഡിയോയും കൂടി ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇട്ടേക്കാവേ. അപ്പോൾ ഇത് കണ്ടിട്ട് മനസ്സിലായോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബ്ലൗസ് തയ്ച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ശരിയാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ മെഷീൻ്റെ മുകളിൽ വെച്ച് വെട്ടിയത്, ടേബിളിൻ്റെ മുകളിൽ ഇടാതിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കട്ടിങ് വീഡിയോ. അപ്പോൾ ഇഷ്ടമായ പറയണേ.